ചലനശേഷി പൂർണ്ണമായിട്ടും തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണല്ലേ. മാഷാ അല്ലാ, ഇന്ന് നമ്മളെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടൊരു കാര്യമുണ്ട്. അലീബനാത്തിനെ അറിയില്ല എല്ലാവർക്കും? ഓസ്ട്രേലിയക്കാരനായ അലീബനാത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ക്യാൻസർ എന്ന അസുഖം എനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹമായിരുന്നു. എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്ക് ക്യാൻസർ വരേണ്ടി വന്നു. അതേപോലെ ഹവ്വത്തി എഴുതുന്നുണ്ട്, ഈ ബ്രെയിൻ ട്യൂമർ എനിക്കൊരു അനുഗ്രഹമായിരുന്നു. അപ്പം ഇത്രയും മാരകമായിട്ടുള്ള അസുഖങ്ങളെ എങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കുന്നു? ഇതിനെ ഞാനൊരു മറുചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും മാരകമായ രോഗങ്ങളെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ്? മരണത്തെ പേടിച്ചിട്ടല്ലേ? അല്ലേ? ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മരണത്തെ പേടിച്ചിട്ടാണ്. പിന്നെ ചിലർക്ക് ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴുള്ള വേദനകളെ കുറിച്ച് ഓർത്തിട്ടാവും. മരിക്കാൻ ക്യാൻസർ വരണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഈ നിന്ന നിൽപ്പിൽ അള്ളാഹു തീരുമാനിച്ച സമയത്ത് നമ്മൾ പോകണം, അല്ലേ? ജനിച്ച ആളുകൾക്കൊക്കെ മരണമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളെയും നമ്മൾ ഇങ്ങനെ രോഗം വന്ന് മരണപ്പെടുന്ന ആളുകളെയും ഇങ്ങനെ രണ്ട് ഭാഗത്താക്കി വെച്ച് ഒന്ന് ചിന്തിക്കുക. ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മരണപ്പെടുന്ന ആള് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പെട്ടെന്ന് അങ്ങ് പോവാണ്, അല്ലേ? പക്ഷേ ഇങ്ങനെ രോഗങ്ങൾ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഇങ്ങനെ സിഗ്നൽ തരികയാണല്ല, അതാ മരണം മുന്നിലുണ്ട്, അല്ലേ? മരണം മുന്നിലുണ്ട്. അപ്പം നമുക്ക് ആ കിട്ടുന്ന ഒരു സമയം തിരിച്ചു നോക്കി നമ്മുടെ തെറ്റുകൾ തിരുത്താൻ, നമുക്ക് ആ അവസരങ്ങൾ വളരെ നന്നായി വിനിയോഗിക്കാൻ പറ്റും. റബ്ബിലേക്ക് കൂടുതൽ എടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റബ്ബിനോടൊരു മൊഹബ്ബത്ത് വന്നത് ഈ അനുഗ്രഹം എനിക്ക് റബ്ബ് തന്നപ്പോഴായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു സമയം ഓരോ നിമിഷവും ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഈ രോഗമാണ് എന്ന്. അതുപോലെ ഡോക്ടർമാരൊക്കെ അന്ന് വളരെയധികം ടെൻഷനായിരിക്കുന്ന സമയത്ത് അവർ എന്നോട് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. അപ്പോൾ ഞാൻ ഡോക്ടർമാരോട് തിരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഈ രോഗം തന്നത് എൻ്റെ റബ്ബാണ്. ആ റബ്ബ് എനിക്ക് ഷിഫ തരണമെന്ന് എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ ഷിഫ കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനി മറിച്ചാണെങ്കിൽ അതിലെനിക്ക് ഒരു പരാതിയും ഇല്ല. അതെൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബ് തീരുമാനിക്കുന്ന ഏത് കാര്യത്തിനും ഞാൻ റെഡിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം സത്യത്തിൽ ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു, മനോഹരമായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്, അല്ലേ? അപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിസാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും അതിജീവിച്ച ഒരാൾക്ക് ഈ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ. സർവശക്തനായിട്ടുള്ള റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലേ? ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാത്ത ആളുകൾക്കാണ് ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നത്. സത്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ മതി. അത് നമുക്ക് തന്നിട്ടുള്ള റബ്ബിലേക്കും, ആ റബ്ബാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്കൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണടച്ചാൽ ഏഴുവാനമേറി റൂഹ് ചിരിക്കണം, കൺ തുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം. ധർമ്മവും അധർമ്മവും തിരിച്ച വേദവചസ്സുകൾ മർമ്മമാഷികയേന്തിയിരുളിൽ ഇടറിടാതെ ഗമിക്കണം. നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം. കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിരിക്കണം. ഖബറിലെത്തും മുമ്പ് ഈമാൻ കതക് മെല്ലെ തുറക്കണം. കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം. കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം.